+1 ബിസിനസ് സ്റ്റഡീസിലെ 8ാമത്തെ ചാപ്റ്ററായിട്ടുള്ള സോഴ്സസ് ഓഫ് ഫിനാൻസ് എന്നുള്ളതിൻ്റെ എന്ന ചാപ്റ്ററിലെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോഴ്സസ് ഓഫ് ഫിനാൻസ് ഏതൊക്കെയാണ്? സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത് മീൻസ് ഏജൻസി ഫ്രം വിച്ച് ഫിനാൻസ് ഈസ് പ്രൊക്യൂർഡ് ഫോർ ദ ബിസിനസ്. ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് ഏത് ഏജൻസിയിൽ നിന്നാണ് അല്ലെങ്കിൽ എവിടെ നിന്നാണ് നേടിയെടുക്കുന്നത് എന്നുള്ളതാണ് സോഴ്സ് ഓഫ് ഫിനാൻസ്. എ ബിസിനസ് ക്യാൻ റൈസ് ഫണ്ട്സ് ഫ്രം വേരിയസ് സോഴ്സസ്. ഒരു ബിസിനസ് സ്ഥാപനം വ്യത്യസ്ത സോഴ്സസിൽ നിന്ന് ഫണ്ടുകൾ റൈസ് ചെയ്യുന്നുണ്ട്. ഇൻ കേസ് ഓഫ് സോൾ ട്രേഡിംഗ് കൺസേൺ ആൻഡ് പാർട്ണർഷിപ്പ് കൺസേൺ ദ മെയിൻ സോഴ്സ് ഓഫ് ക്യാപിറ്റൽ ആർ ദ പ്രൊപ്പറൈറ്റേഴ്സ് ദംസെൽസ്. സോൾ പ്രൊപ്പറൈറ്റർഷിപ്പ് ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും അവർ കൊണ്ടുവരുന്ന എമൗണ്ടാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഡ്യൂ ടു ദി നേച്ചർ ഓഫ് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻസ് റിക്വയർ ഹ്യൂജ് ക്യാപിറ്റൽ. എന്നാൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആകുമ്പോൾ അവിടെ വൻതോതിലുള്ള പ്രവർത്തനം നടക്കുന്നതുകൊണ്ട് തന്നെ കൂടുതൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഈച്ച് സോഴ്സ് ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഓരോ സോഴ്സിനും അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. ദർ ഈസ് നോട്ട് എ സിംഗിൾ ബെസ്റ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് ഫോർ ഓൾ ഓർഗനൈസേഷൻസ്. എല്ലാ ഓർഗനൈസേഷനും വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സോഴ്സ് സിംഗിളായിട്ടുള്ള സോഴ്സ് ഇല്ല. എ ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് വേരിയസ് സോഴ്സസ് അലോങ് വിത്ത് ദെയർ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് ആർ ഗിവൺ ബിലോ. താഴെ പറയുന്നതിന് ഓരോ സോഴ്സിൻ്റെയും അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട സോഴ്സസുകൾ? റീറ്റെയിൻഡ് പ്രോഫിറ്റ്, ട്രേഡ് ക്രെഡിറ്റ്, ഫാക്ടറിംഗ്, lease financing, public deposit, commercial paper, issue of shares, issue of debentures, loan from commercial banks, loan from financial institutions, international finance. ഇനി ഇതിൽ ഇതാണ് പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഫിനാൻസ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, റീറ്റെയിൻഡ് പ്രോഫിറ്റ്, അതായത് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. Out of total profits earned by a company in a particular year, a certain percentage is retained in the business without distributing as dividend among shareholders. This undistributed profit is known as retained profit. ഒരു കമ്പനി പ്രത്യേക വർഷത്തിൽ നേടിയിട്ടുള്ള പ്രോഫിറ്റിൽ ഒരു നിശ്ചിത ശതമാനം ബിസിനസ്സിനകത്ത് നിലനിർത്തുന്നു. എങ്ങനെ? ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻ്റായിട്ട് കൊടുക്കാതെ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റിവെക്കുന്നു. ഇതിനെയാണ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻറ്റേർണൽ ഫിനാൻസിങ് ഓർ സെൽഫ് ഫിനാൻസിങ്. ഇതിന് പറയുന്നത് സ്ഥാപനത്തിന് അകത്തുനിന്നുള്ള ഒരു ഫിനാൻസ് ആയതുകൊണ്ട് ഇതിന് ഇൻറ്റേർണൽ ഫിനാൻസിങ് അല്ലെങ്കിൽ സെൽഫ് ഫിനാൻസിങ് എന്ന് പറയുന്നത്. അപ്പോൾ ലാഭത്തിൻ്റെ ഒരു വിഹിതം മാറ്റി വെക്കുന്നതിനെയാണ് റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ഇൻറ്റേർണൽ ഫിനാൻസിങ് ഓർ സെൽഫ് ഫിനാൻസിങ്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. അതായത് റീറ്റെയിൻഡ് പ്രോഫിറ്റിൻ്റെ പറയുന്ന മറ്റൊരു പേരാണ് പ്ലഫിംഗ് ബാക്ക് ഓഫ് പ്രോഫിറ്റ്. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഓണർഷിപ്പ് ഫണ്ട് ആൻഡ് ഇറ്റ് വിൽ സെർവ് ദി പർപ്പസ് ഓഫ് ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ്. ഇതിനെ ഉടമസ്ഥാവകാശമുള്ള ഫണ്ടായിട്ട് കണക്കാക്കുന്നു. അതോടൊപ്പം തന്നെ ലോങ് ടേം ആൻഡ് മീഡിയം ടേം ഫിനാൻസിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണിത് സെർവ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ യൂഷ്വൽ പ്രാക്ടീസ് ഓഫ് എ കമ്പനി ടു ട്രാൻസ്ഫർ എ പാർട്ട് ഓഫ് ഇറ്റ്സ് പ്രോഫിറ്റ് ടു ജനറൽ റിസർവ് എവരി ഇയർ. ഓരോ വർഷവും ജനറൽ റിസർവായിട്ട് പ്രോഫിറ്റ് ചെയ്യുന്നു കമ്പനി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതുപോലെ തന്നെ വെൻ ദീസ് റിസർവ്സ് ആർ അക്യുമുലേറ്റഡ് ഇൻ ടു എ ലാർജ് എമൗണ്ട് ആഫ്റ്റർ എ ഫ്യൂ ഇയേഴ്സ് ദിസ് ക്യാൻ ബി എംപ്ലോയ്ഡ് ഇൻ മോഡേണൈസേഷൻ, എക്സ്പാൻഷൻ എക്സെട്ര ഓഫ് ദ ബിസിനസ്. ഇങ്ങനെ കൂടുതൽ എമൗണ്ട് ആയിട്ട് വരുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കമ്പനി മോഡേണൈസേഷനും എക്സ്പാൻഷനും എല്ലാം വേണ്ടിയിട്ടത് ഉപയോഗപ്പെടുത്തുന്നു. റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് കൺവീനിയൻറ്റ് സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇത് ഫിനാൻസിൽ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള സോഴ്സാണ്. അതേപോലെ രണ്ടാമത്തെ, റീറ്റെയിൻഡ് പ്രോഫിറ്റ്സ് ക്രിയേറ്റ് നോ ചാർജ് ഓൺ ദ അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഏതെങ്കിലും അസറ്റും മേലൊന്നും ഇത് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അസറ്റുകൾ സെക്യൂരിറ്റികളായിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മൂന്നാമത്, ദർ ഈസ് റിസ്ക് ഓഫ് ലോസിങ് കൺട്രോൾ ടു ദി മാനേജ്മെൻറ്റ്. എ ഫ്രഷ് ഇഷ്യൂ ഓഫ് ഷെയർസ് ഈസ് മെയ്ഡ്. അതായത് മാനേജ്മെൻറ്റിന് റിസ്ക് വളരെ കുറവായിരിക്കും. റീറ്റെയിൻഡ് പ്രോഫിറ്റ് ഇൻക്രീസസ് ദി ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ആൻഡ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദ ബിസിനസ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് ബിസിനസ്സിൻ്റെ ഏർണിംഗ് കപ്പാസിറ്റിയും ഫിനാൻഷ്യൽ സ്ട്രെങ്ത്തും ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻറ്റേർണൽ സോഴ്സ് ഈസ് മോർ ഡിപ്പെൻഡബിൾ ദാൻ എക്സ്റ്റേണൽ സോഴ്സ്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് പുറത്തുനിന്നുള്ള സോഴ്സിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒന്നാണ്.
അതേപോലെ ദർ ഇസ് നോ ഫിക്സഡ് ഒബ്ലിഗേഷൻ ടു പേ ഡിവിഡൻഡ് ഓൺ ദി പ്രോഫിറ്റ് റീ ഇൻവെസ്റ്റഡ്. പ്രോഫിറ്റ് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ മേലിൽ ഡിവിഡൻഡ് കൊടുക്കേണ്ട കടപ്പാടുകളൊന്നും ഇല്ല. റീറ്റൈൻഡ് ഏർണിങ്സ് ഈസ് എ പെർമനൻറ്റ് സോഴ്സ് ഓഫ് ഫണ്ട്സ് അവൈലബിൾ ടു ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷന് പെർമനൻ്റ് ആയിട്ടുള്ള സോഴ്സാണ് റീറ്റൈൻഡ് ഏർണിങ്സ്. അതേപോലെ ഇറ്റ് മേ ലീഡ് ടു ഇൻക്രീസ് ഇൻ ദി മാർക്കറ്റ് പ്രൈസ് ഓഫ് ദി ഇക്വിറ്റി ഷെയർസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസിൻ്റെ മാർക്കറ്റ് പ്രൈസിൽ ഇൻക്രീസ് ഉണ്ടാകുന്നു. ഇത്രയാണ് റീറ്റൈൻഡ് ഏർണിങ്സിൻ്റെ ഗുണങ്ങൾ. ഇനി റീറ്റൈൻഡ് ഏർണിങ്സിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ്? ഇൻ സം കേസസ് ഇറ്റ് മേ ലീഡ് ടു ഓവർ ക്യാപിറ്റലൈസേഷൻ. അമിത മൂലധനവൽക്കരണത്തിലേക്ക് ഇത് ലീഡ് ചെയ്യുന്നു. അതുപോലെ എക്സസീവ് പ്ലഫിംഗ് ബാക്ക് മേ കോസ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ്സ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ദേ വുഡ് ഗെറ്റ് ലോവർ ഡിവിഡൻസ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു അസംതൃപ്തി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർക്ക് കുറഞ്ഞ ഡിവിഡൻഡ് കൊടുക്കുന്നതുകൊണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുന്നു. മറ്റൊന്ന് ഈസ് എൻ അൺസർട്ടൈൻ സോഴ്സ് ഓഫ് ഫണ്ട്സ് ആസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് ആർ ഫ്ലക്ച്വേറ്റിംഗ്. ബിസിനസ്സിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ടുകൾ അൺസർട്ടൈൻ ആയിട്ട് വരാം, അനിശ്ചിതമായിട്ടുള്ള രീതിയിൽ ഉണ്ടാവാം. നെക്സ്റ്റ്, ദ കമ്പനി റൺസ് ദ റിസ്ക് ഓഫ് ബീയിങ് കൺവേർട്ടഡ് ഇൻ ടു മൊണോപ്പൊളിസ്റ്റിക് ഓർഗനൈസേഷൻ. ഒരു മൊണോപ്പൊളിസ്റ്റിക് ഓർഗനൈസേഷൻ്റെ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? ബിസിനസ് കമ്പനി മുന്നോട്ട് പോകുന്നു. നെക്സ്റ്റ്, ഗ്രോത്ത് ഓഫ് കമ്പനീസ് ത്രൂ ഇൻറ്റേർണൽ ഫിനാൻഷ്യൽ മേ അട്രാക്ട് ദി ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ആസ് ഇറ്റ് ലീഡ്സ് ടു കോൺസെൻട്രേഷൻ ഓഫ് എക്കണോമിക് പവർ. കമ്പനിയുടെ ഗ്രോത്ത്, ഇൻറ്റേർണൽ ഫിനാൻഷ്യലിലൂടെ കമ്പനിയുടെ ഗ്രോത്തിന് ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരുപാട് റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇനി സെക്കൻഡ് വൺ ആണ് ട്രേഡ് ക്രെഡിറ്റ്. എന്താണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ? കച്ചവട വായ്പകളാണ് ഉദ്ദേശിച്ചത്. ട്രേഡ് ക്രെഡിറ്റ് ഈസ് എ ക്രെഡിറ്റ് എക്സ്റ്റെൻഡ് ബൈ വൺ ട്രേഡർ ടു അനദർ ട്രേഡർ ഫോർ ദി പർപ്പസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു ട്രേഡർ മറ്റൊരു ട്രേഡർക്ക്, ഒരു കച്ചവടക്കാരൻ മറ്റൊരു കച്ചവടക്കാരന് കൊടുക്കുന്ന വായ്പയാണ് ട്രേഡ് ക്രെഡിറ്റ് എന്ന് പറയുക. ട്രേഡ് ക്രെഡിറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് വിതൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. പെട്ടെന്നുള്ള പേയ്മെൻറ്റ് ഇല്ലാതെ സാധനങ്ങൾ വാങ്ങാൻ സൗകര്യപ്രദമാകുന്നു. സച്ച് ക്രെഡിറ്റ് അപ്പിയേഴ്സ് ഇൻ ദി ബുക്സ് ഓഫ് ദി ബയർ ഓൺ ആസ് സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന രീതിയിൽ ഇത് ബുക്സിന് അപ്പിയർ ചെയ്യുന്നു, പ്രത്യക്ഷപ്പെടുന്നു. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ബൈ ദി ബിസിനസ് ഓർഗനൈസേഷൻ ആസ് എ ഷോർട്ട് ടേം സോഴ്സ് ഫിനാൻസിങ്. ഷോർട്ട് ടേം സോഴ്സ് ഓഫ് ഫിനാൻസിങ്ങിനകത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നു. ദ വോളിയം ആൻഡ് പീരിയഡ് ഓഫ് ട്രേഡ് ക്രെഡിറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫാക്ടേഴ്സ്. അതായത് കൂടുതലും ഇതിൻ്റെ പീരിയഡും വോളിയും ഒക്കെ ട്രേഡ് ക്രെഡിറ്റേഴ്സിൻ്റെ ഇടയിൽ ഓരോ ഫാക്ടേഴ്സിന് അടിസ്ഥാനത്തിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് റെപ്യൂട്ടേഷൻ ഓഫ് ദി പർച്ചേസിങ് ഫേമിൻ്റെ ആ ഒരു റെപ്യൂട്ടേഷൻ, സെൽപ്പേരും, അതേപോലെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് സെല്ലർ, വിൽപ്പനക്കാരൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ, അതുപോലെ തന്നെ വോളിയം ഓഫ് പർച്ചേസ്, എത്രത്തോളം വാങ്ങുന്നു എന്നുള്ള നെക്സ്റ്റ് കോമ്പറ്റീഷൻ ഇൻ ദി മാർക്കറ്റിലുള്ള മത്സരം, ഇതെല്ലാത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കും ഓരോ കാര്യങ്ങൾ ട്രേഡ് ക്രെഡിറ്റ് തീരുമാനിക്കുന്നത്. ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ട്രേഡ് ക്രെഡിറ്റ് ഈസ് എ കൺവീനിയൻറ്റ് ആൻഡ് കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ട്സ്. ഒരു ബിസിനസ്സിൻ്റെ കണ്ടിന്യൂസ് സോഴ്സ് ഓഫ് ഫണ്ട്സാണ്. അതേപോലെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സോഴ്സാണ്, സൗകര്യപ്രദമായുള്ളൊരു സോഴ്സാണ്. നെക്സ്റ്റ്, ട്രേഡ് ക്രെഡിറ്റ് നീഡ്സ് ടു പ്രൊമോട്ട് സെയിൽസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ്റെ സെയിൽസ് പ്രൊമോട്ട് ചെയ്യാമെന്നാണ് ട്രേഡ് ക്രെഡിറ്റ് ആവശ്യമാണ്. നെക്സ്റ്റ്, ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ചാർജ് ഓൺ ദി അസറ്റ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അസറ്റ് വരൊന്നും ചാർജ് ചെയ്യുന്നില്ല. നെക്സ്റ്റ്, ഇറ്റ് ഈസ് റെഡിലി അവൈലബിൾ സോഴ്സ് ഓഫ് ഫിനാൻസ്. ഇത് വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. നെക്സ്റ്റ്, ട്രേഡ് ക്രെഡിറ്റ് ഫെസിലിറ്റേറ്റ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിതൗട്ട് ഇമ്മീഡിയറ്റ് പേയ്മെൻറ്റ്. പെട്ടെന്നുള്ള പേയ്മെൻറ്റ് ഇല്ലാതെ തന്നെ സാധനങ്ങളും സേവനങ്ങളും വാങ്ങാൻ വേണ്ടിയിട്ട് ട്രേഡ് ക്രെഡിറ്റ് സൗകര്യപ്രദമാണ്. ഇതാണ് ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഗുണങ്ങൾ. ഇനി ട്രേഡ് ക്രെഡിറ്റിൻ്റെ ഡീമെറിറ്റുകൾ. ട്രേഡ് ക്രെഡിറ്റ് മേ റിസൾട്ട് ഇൻ ഓവർ ട്രേഡിങ് വിത്ത് ഇൻക്രീസസ് ദി റിസ്ക് ഓഫ് ദ ബിസിനസ്. ബിസിനസ്സിൻ്റെ റിസ്ക്കുകൾ കൂടുന്നതോടൊപ്പം തന്നെ ഒരു ഓവർ ട്രേഡിങ്ങിന്, അധിക കച്ചവടത്തിനത് കാരണമാകുന്നു. ഇറ്റ്സ് ഓൺലി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് ക്യാൻ ബി ജനറേറ്റഡ് ത്രൂ ട്രേഡ് ക്രെഡിറ്റ്. ട്രേഡ് ക്രെഡിറ്റിലൂടെ ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് ഫണ്ട്സ് മാത്രമേ നൽകാൻ കഴിയുകയുള്ളൂ. നെക്സ്റ്റ്, ട്രേഡ് ക്രെഡിറ്റ് ഈസ് കോസ്റ്റ്ലി സോഴ്സ് ഓഫ് ഫണ്ട്സ് ആസ് കമ്പയർഡ് ടു അതർ സോഴ്സസ്. മറ്റുള്ള സോഴ്സുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ ട്രേഡ് ക്രെഡിറ്റ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒന്നാണ്. തേർഡ് വൺ ആണ് ഫാക്ടറിങ്. ഫാക്ടറിങ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ദ പ്രാക്ടീസ് ഓഫ് റൈസിങ് ഫണ്ട്സ് ബൈ സെല്ലിംഗ് എ ഫേംസ് അക്കൗണ്ട്സ് റിസീവബിൾ ടു അനദർ കമ്പനി ഓർ ഏജൻസി. ഒരു കമ്പനിക്ക് പിരിഞ്ഞ് കിട്ടാനുള്ള എമൗണ്ട്, അക്കൗണ്ട്സ് റിസീവബിൾസ്, അതായത് ബിൽസ് റിസീവബിൾസ് കിട്ടാനുള്ള എമൗണ്ടുകൾ മറ്റൊരു കമ്പനി അല്ലെങ്കിൽ ഏജൻസിയെ ഏൽപ്പിച്ചുകൊണ്ട്, മറ്റൊരു ഏജൻസിക്ക് വിറ്റുകൊണ്ട് ഫണ്ടുകൾ റേസ് ചെയ്യുന്ന രീതിയാണ് ഫാക്ടറിങ്. കിട്ടാനുള്ള ക്യാഷുകൾ എന്ത് ചെയ്യുക, മറ്റൊരു ടീമിന് വിൽക്കുക, അതിനാണ് ഫാക്ടറിങ് എന്ന് പറയുക. ക്രെഡിറ്റ് മാനേജ്മെൻറ്റ് ഈസ് എ സ്പെഷ്യലൈസ്ഡ് ആക്ടിവിറ്റി ആസ് ഇറ്റ് റിക്വയർസ് സ്കിൽ ആൻഡ് ഇൻവോൾവ്സ് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് എഫേർട്ട്.
ഇതിനകത്ത് കൂടുതൽ ടൈമും അതേപോലെ എഫേർട്ടും എല്ലാം ഉൾക്കൊള്ളുന്നുണ്ട്. ദെയർഫോർ ഡെപ്റ്റ് കളക്ഷൻ ഈസ് എ സീരിയസ് പ്രോബ്ലം ഫോർ ഫേംസ്. സ്ഥാപനങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു ഡെപ്റ്റ് കളക്ട് ചെയ്തെടുക്കുക, കിട്ടാനുള്ള ക്യാഷ് കളക്ട് ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇഷ്യൂ ആണ്. ബാങ്ക്സ് യൂഷ്വലി ഗ്രാൻഡ് വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസ് ഓൺ റിസീവബിൾസ് ഫോർ ഷോർട്ട് പീരിയഡ് ഓൺലി 3 to 6 months. ഇങ്ങനെയുള്ളത് 3 മുതൽ 6 മാസത്തേക്ക് വരെയുള്ള കാലയളവിൽ വർക്കിംഗ് ക്യാപിറ്റൽ ഫിനാൻസുകൾ ബാങ്കുകൾ എന്ത് ചെയ്യാറുണ്ട്, സാധാരണ അനുവദിച്ചു കൊടുക്കാറുണ്ട്. ഹെൻസ് ഡെപ്റ്റ് കളക്ഷൻ ആക്ടിവിറ്റി മേ എൻട്രസ്റ്റഡ് വിത്ത് സ്പെഷ്യലൈസ്ഡ് ഏജൻസീസ് കോൾഡ് ഫാക്ടറിംഗ് ഓർഗനൈസേഷൻ. ഇങ്ങനെ കിട്ടാനുള്ള എമൗണ്ട് പിരിഞ്ഞ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഡെപ്റ്റ് കളക്ഷൻ ആക്ടിവിറ്റി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇതിനകത്ത് ഈ ഫാക്ടറിങ്ങിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏജൻസിയെ ഏൽപ്പിക്കുന്നു. അവരെയാണ് ഫാക്ടറിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ദിസ് ഏജൻസി or individual which specializes in collection and administration of fund is called a factor. അതായത് ഇങ്ങനെ കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്റ്റുകൾ അഡ്മിനിസ്ട്രേഷൻ ചെയ്യുന്ന സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഏജൻസി അല്ലെങ്കിൽ ഇൻഡിവിജ്വലിനെ വിളിക്കുന്ന പേരാണ് ഫാക്ടർ. ഫോളോയിങ് അത് സർവീസസ് പ്രൊവൈഡ് ബൈ ദി ഫാക്ടറിങ് ഏജൻസീസ്. ഫാക്ടറിങ് ഏജൻസികൾ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകളാണ് ഡിസ്കൗണ്ടിങ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. ബിൽ ഓഫ് എക്സ്ചേഞ്ചുകൾ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുക, അതേപോലെ തന്നെ ക്ലയൻസിൻ്റെ ഡെപ്സുകൾ കളക്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓൾസോ പ്രൊവൈഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്രെഡിറ്റ് വർത്തിനെസ് ഓഫ് പ്രോസ്പെക്റ്റീവ് ക്ലയൻസ്. നമ്മുടെ പ്രോസ്പെക്റ്റീവായുള്ള ക്ലയൻറ്റിനെ കുറിച്ചുള്ള ക്രെഡിറ്റ് വർത്തിനെസ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഫാക്ടേഴ്സ് ഡു ദി സർവീസസ് ഇൻ റിട്ടേൺ ഫോർ ഫാക്ടറിങ് കമ്മീഷൻ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ അഡ്വാൻസ് ഗ്രാൻറ്റഡ്. ഇവർക്ക് ഈ ഫാക്ടറിങ്ങിന് എന്ത് കൊടുക്കാറുണ്ട്, കമ്മീഷൻ കൊടുക്കാറുണ്ട്. ഫസ്റ്റ് ഫാക്ടറിങ് കമ്പനി ഇൻ ഇന്ത്യ ഈസ് SBI ഫാക്ടേഴ്സ് ആൻഡ് കൊമേഴ്ഷ്യൽ സർവീസ് ലിമിറ്റഡ്. ആദ്യത്തെ ഫാക്ടറിങ് കമ്പനി, ഇന്ത്യയിലെ ആദ്യത്തെ ഫാക്ടറിങ് കമ്പനി SBI ഫാക്ടേഴ്സും അതേപോലെ കൊമേഴ്ഷ്യൽ സർവീസസ് ലിമിറ്റഡുമാണ്. ഇനി ഫാക്ടറിങ്ങിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദ ക്ലയൻറ്റ് ക്യാൻ കോൺസെൻട്രേറ്റ് ഓൺ അനദർ ഫങ്ഷണൽ ഏരിയാസ് ഓഫ് ബിസിനസ് ആസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ക്രെഡിറ്റ് കൺട്രോൾ ഈസ് ഷോൾഡേർഡ് ബൈ ദ ഫാക്ടർ. ഇങ്ങനെയുള്ള കമ്പനിക്ക് പിരിഞ്ഞ് കിട്ടാനുള്ള എമൗണ്ട്, ഈ ഫാക്ടറിങ്ങിലൂടെ പിരിഞ്ഞ് കിട്ടാനുള്ള എമൗണ്ട് ഇവരെ ഏൽപ്പിക്കുന്ന സമയത്ത് കമ്പനിക്ക് ക്ലയൻറ്റിന് എന്ത് ചെയ്യാം, മറ്റുള്ള പ്രധാനപ്പെട്ട ഏരിയയിൽ ഫങ്ഷണൽ ഏരിയാസിനകത്ത് ശ്രദ്ധിക്കാൻ പറ്റും. രണ്ടാമത് ഫാക്ടറിങ് എൻഷേഴ്സ് ടൈംലി പേയ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് റിസീവബിൾ. ഫാക്ടറിങ്ങിലൂടെ പിരിഞ്ഞ് കിട്ടാനുള്ള എമൗണ്ട് കൃത്യ ടൈമിന് തന്നെ കിട്ടുന്നു. നെക്സ്റ്റ്, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഓഫ് ദി ഫേംസ് എഗെയിൻസ്റ്റ് ബാഡ് ഡെപ്റ്റ് ലോസസ്. സ്ഥാപനത്തിന് ബാഡ് ഡെപ്റ്റ് ലോസസിനെ കുറിച്ചുള്ള ഒരു പ്രൊട്ടക്ഷൻ, കിട്ടാനുള്ള എമൗണ്ടിനെ കുറിച്ചുള്ള ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. ഫാക്ടറിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? This source is considered to be very expensive when the number of invoices are large amount and amount is very small. എമൗണ്ട് വളരെ കുറവായി കഴിഞ്ഞാലും എണ്ണം കൂടുതലായി കഴിഞ്ഞാലും ഒരുപാട് ഇൻവോയ്സസും കാര്യങ്ങളും ആവശ്യമായിട്ട് വരും, ബില്ലുകളൊക്കെ കൂടുതൽ ആവശ്യമായിട്ട് വരുമ്പോൾ ഇത് വളരെ എക്സ്പെൻസീവാണ്. രണ്ടാമത്തെ, കസ്റ്റമർ മെ നോട്ട് ഫീൽ കംഫർട്ടബിൾ ഇൻ ഡീലിംഗ് വിത്ത് തേർഡ് പാർട്ടി. കസ്റ്റമർക്ക് തേർഡ് പാർട്ടിയുമായി ഡീൽ ചെയ്യുമ്പോൾ അത് അത്രത്തോളം കംഫർട്ട് ആവണം എന്നില്ല. നെക്സ്റ്റ്, അഡ്വാൻസ് ഫിനാൻസ് അറ്റ് എ ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആസ് കമ്പയർഡ് ടു ദി യൂഷ്വൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. സാധാരണ പലിശ നിരക്കിനേക്കാളും കൂടുതൽ പലിശ നിരക്കുകൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഫാക്ടറിങ്ങിൻ്റെ പോരായ്മകൾ. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് സോഴ്സ് ഓഫ് ഫണ്ട്സിൽ ഒരുപാടെണ്ണം പറയുന്നുണ്ട്. ടോട്ടൽ 11 സോഴ്സ് ഓഫ് ഫണ്ട്സുകളുണ്ട്. അതിൽ ആദ്യത്തെ 3 എണ്ണമാണ് ഡിസ്കസ് ചെയ്ത്. റീറ്റെയിൻഡ് പ്രോഫിറ്റ് എന്താണ്, ട്രേഡ് ക്രെഡിറ്റ് എന്താണ്, ഫാക്ടറിങ് എന്താണ്, അതിൻ്റെ മീനിങ്ങും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസുമാണ് ഡിസ്കസ് ചെയ്തത്. ഓക്കെ.